29-ാം തീയതി രാത്രി അന്ന് വൈകിട്ട് അവിടെ മേലുകാവ് എരുമാപ്ര എന്ന സ്ഥലത്തുള്ള പള്ളിയിലെ പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുടെ കാര്യങ്ങളുമായിട്ട് തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഈ കൊല്ലപ്പെട്ട ആൾ സാജൻ സാമുവൽ അന്ന് ഈ പ്രതികളെ ഭീഷണിപ്പെടുത്തുന്നൊരവസ്ഥ അന്നിവിടെ ഉണ്ടായിരുന്നു. ഈ തൊഴിൽ പരമായ തർക്കങ്ങളും അതുകൂടാതെ ഈ മദ്യം വാങ്ങിച്ചത് ഷെയർ കൊടുക്കാത്തതിലുള്ള ഒരു നീരസവും കാരണം, അതുകൂടാതെ നിങ്ങളിലൊരാളെ വെച്ചേക്കില്ല എന്നുള്ള രീതിയിലുള്ള ഭീഷണിയും ഒക്കെ ഈ പ്രതികളോട് നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് ഇവർക്ക് പ്രകോപിതരായിട്ടാണ് പ്രതികൾ അന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ട് ഈ സാജൻ സാമുവൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആദ്യം പുറത്തൊരു കല്ല് കൊണ്ടിടുകയാണ്. അതിനുശേഷം തലയിൽ കട്ടി കൂടിയൊരു തടിക്കഷ്ണം വെച്ചിട്ട് തലയടിച്ച് സ്കള് ഫ്രാക്ചറായിട്ടാണ് ഇയാൾ മരിച്ചിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ മർദ്ദിച്ചു. തുടർന്ന് ബോഡി വരിഞ്ഞ് കെട്ടിയിട്ട് ഇലക്ട്രിക് വയർ വെച്ച് കാലും മറ്റൊക്കെ വരിഞ്ഞ് കെട്ടി 30-ാം തീയതി രാത്രിയാണ് ഇവിടെ മൂലമറ്റം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. 30-ാം തീയതി രാത്രി ഇവിടെ അവിടെ മറവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് വിജയിച്ചില്ല. അതിനുശേഷം ഈ ബോഡി ഡിസെക്റ്റ് ചെയ്തിട്ട് കൈ വെട്ടി മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് പാർട്ടി അവിടെ പട്രോളിങ് ഈ ഇൻഫർമേഷൻ കിട്ടി അവിടെ ചെല്ലുന്നതും പ്രതികൾ ഈ ശ്രമം ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയും ചെയ്തത്. പിന്നീട് പോലീസ് കഡാവർ ഡോഗിൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ വെട്ടിമാറ്റിയ കൈയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. കൂടുതൽ നടപടികൾ നടന്നു വരികയാണ്. എവിഡൻസ് എല്ലാം മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് എവിഡൻസ് കൂടെ കളക്ട് ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്ന് എവിഡൻസ് കളക്ട് ചെയ്ത് ഫർദർ ആക്ഷൻസ് സ്വീകരിച്ചു വരികയാണ്. ഒരാൾ ഒരു 8-ാമത്തെ ഒരു വിഷ്ണു ചെയ്യുന്നൊരു പ്രതി കൂടെ അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതിൽ എല്ലാവർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. പ്രതികളായി ഉൾപ്പെട്ട ആൾക്കാർക്കും ഈ കൊല്ലപ്പെട്ട ആൾക്കാർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. അല്ല, അല്ലാതെയുള്ള ഒരു പരിചയമുണ്ട്. ഈ സാജൻ സാമുവലിൻ്റെ ആ ഭാഗത്ത് ഇവർ പണിക്കായിട്ട് പോയതിന് ശേഷമാണ് അവിടുത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ.